എന്നെ സമീപിക്കുന്ന ചില പേഷ്യൻസ് എങ്കിലും വയറ് ക്ലീൻ ആക്കാൻ മരുന്ന് വേണമെന്ന് ആവശ്യപ്പെടാറുണ്ട്. ആയുർവേദത്തിൽ അത്തരമൊരു രീതി ഉണ്ട് എന്ന് പറഞ്ഞാണ് അവരെന്നോട് ചോദിക്കാറുള്ളത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആയുർവേദത്തിൽ ഏതെങ്കിലും രോഗചികിത്സയുടെ ഭാഗമായിട്ടാണ് ഈ വയർ ക്ലീൻ ആക്കാനായിട്ട് അവർ മരുന്ന് കൊടുക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ നമുക്ക് വയർ ക്ലീൻ ആക്കേണ്ട ആവശ്യമുണ്ടോ? യഥാർത്ഥത്തിൽ വയർ ക്ലീൻ ആക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ ഒരു ദഹനേന്ദ്രിയ വ്യൂഹം അഥവാ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് വയർ തൊട്ട് തുടങ്ങി മലദ്വാരം വരെ ഒരു കുഴൽ പോലെയാണ്. അതിലൊന്നും തങ്ങി നിൽക്കുന്നില്ല, ഒന്നും പറ്റിപ്പിടിക്കുന്നുമില്ല. നിങ്ങൾ എന്ത് കഴിച്ചു കഴിഞ്ഞാലും അത് അവസാനം മലമായിട്ട് പുറത്തു പോകുന്നുണ്ട്. ഒന്നും കെട്ടിക്കിടക്കുന്നില്ല. അതിൽ നിന്ന് നമുക്ക് വേണ്ട ഗുണമുള്ള സാധനങ്ങൾ വലിച്ചെടുക്കുക മാത്രമേ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അതിനുള്ളിലൊന്നും കെട്ടിക്കിടക്കുന്നില്ല എന്ന് മനസ്സിലാക്കി അത് ക്ലീൻ ആക്കേണ്ട ഒരു ആവശ്യമില്ല. ഇനി അഥവാ നിങ്ങൾ ക്ലീൻ ആക്കാനായിട്ട് എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ ആ മരുന്നുകളെല്ലാം വയറിളക്കാനുള്ള മരുന്നുകളാണ്. അപ്പോൾ വയറിളക്കാനുള്ള മരുന്നുകൾ നിങ്ങൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്നുള്ള ജലാംശം തന്നെ അത് വലിച്ചെടുത്താണ് മലം ഇളകിയ രൂപത്തിൽ പുറത്തു പോകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഡീഹൈഡ്രേഷൻ ആണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാരണവശാലും ഈ ചില ആളുകൾ പറയാറുണ്ട് 3 മാസത്തിൽ വയറിളക്കേണ്ടതുണ്ട്, 6 മാസത്തിൽ ഇങ്ങനെ ഒരു വയറിളക്കേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും ദഹിച്ച് പൂർണ്ണമായിട്ട് പുറത്തു പോകുന്നതിനാൽ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഒന്നും തന്നെ കെട്ടിക്കിടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വയറിളക്കേണ്ട ഒരു ആവശ്യം ഒരാൾക്കും ഉണ്ടാകുന്നില്ല.